ഗുഡ് മോർണിംഗ് സാർ. ഇന്ത്യൻ ആർമി അഗ്നിവീറിന്റെ വയസ്സ് 17 ടു 21 വരെയായിരുന്നു മുമ്പ്. എന്നാൽ ഇപ്പോൾ അത് 22 വയസ്സായി എന്ന് കേൾക്കുന്നു. പല ഉദ്യോഗാർത്ഥികളും ഇതിനെക്കുറിച്ച് അറിയുവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് സാറിന് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഗുഡ് മോർണിംഗ് നിജിൻ. ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 22 വയസ്സാക്കി എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം ഇതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് 2005 സെപ്റ്റംബർ മുതലാക്കി എന്നുള്ളത്, അതായത് 22 വയസ്സ് വരെ. അതിനുശേഷം ഒരു 1 വീക്കിന് ശേഷം 19.5 വയസ്സ് വരെ, അതായത് 2006 ജനുവരി 1 മുതൽ. കഴിഞ്ഞ എയർഫോഴ്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് ജനുവരി 1, 2006 മുതലുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു. അതേ ബേസിലായിരിക്കും ഇന്ത്യൻ ആർമിയുടേതും എന്നുള്ളതായിരുന്നു അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടായത്. ദെൻ കഴിഞ്ഞ വീക്കിനകത്ത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് അവർ കൊടുത്തു 2006 ജൂലൈ മുതലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കൂ എന്നുള്ളത്. ആ ഒരു അപ്ഡേഷൻ വന്നതിന് ശേഷം ഒരുപാട് പേരാണ് ഇതിനെതിരെ. കാരണം ഇന്ത്യൻ ആർമിയിലേക്ക് പോകാൻ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അഗ്നിവീർ തസ്തികയിലേക്ക് ആയിക്കോട്ടെ, അതായത് അഗ്നിപത് ഈ ഒരു കാറ്റഗറി വന്നതിന് ശേഷം പലർക്കും ഇതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടും അതുപോലെ ഇതിന് നെഗറ്റീവ് കമൻറ്റ്സ് ഉള്ളത് കൊണ്ടും ഇതിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇന്ന് ഈ ഒരു സിറ്റുവേഷനകത്ത് നമ്മുടെ ബാക്കി ഗവൺമെൻറ് ജോലിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആർമി എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് അപ്ഡേഷൻ വന്നിരിക്കുന്നത് 2005 സെപ്റ്റംബർ മുതൽ, അതായത് 22 വയസ്സ് വരെയുള്ള. കാരണം ആദ്യം ഇന്ത്യൻ ആർമിയിൽ 17 മുതൽ 23 വയസ്സ് വരെ ആയിരുന്നു. അഗ്നിപത് വന്നതിന് ശേഷമാണ് 21 വയസ്സാക്കിയത്. അതായത് ഇന്നലത്തെ അപ്ഡേഷൻ കൊടുത്തിരിക്കുന്നത് 22 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, ഇതിന്റെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ വീക്കിനകത്ത് ഈ 17 മുതൽ 19 വയസ്സ് വരെ കൊടുത്തപ്പോൾ ഒരുപാട് പേരാണ് ഇതിനെതിരെ ഇങ്ങനെ, അതായത് ഈ ഒരു അപ്ഡേഷൻ ക്യാൻസൽ ആക്കണം എന്നുള്ളത് പല ഡിഫൻസ് സ്കൂളുകളിലെ ഉദ്യോഗാർത്ഥികളും ഇൻസ്ട്രക്ടേഴ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഏജ് ലിമിറ്റ് കൂട്ടണം എന്നുള്ളത്. കേരളത്തിൽ നിന്നകത്തും അത് ഞങ്ങളും ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് വലിയ യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ചിട്ട് വീഡിയോ ഇട്ടത് കൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് അപ്ഡേഷൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 22 വയസ്സ് വരെ. എങ്കിലും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ഒരു കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുവരേക്കും എന്നുള്ളത് ഇപ്പോൾ 22 വയസ്സിന്. കാരണം നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ സൈറ്റ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഏജ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത് 17 മുതൽ 22 വയസ്സ് വരെയാണ്. ജനറൽ ഡ്യൂട്ടി, ട്രേഡ്സ്മാൻ, ക്ലർക്ക്, ടെക്നിക്കൽ എല്ലാ കാറ്റഗറിയിലേക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. സർ, ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് വരുമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇതാ ഇപ്പോൾ സെക്കൻഡ് വീക്കായി. ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേഷനും ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലോ എവിടെയും വന്നിട്ടില്ല. ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇനി എപ്പോഴാണ് ഉണ്ടാവുക? ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് ആകുമോ? ഇനി മാർച്ചിലേക്കും കടക്കാൻ സാധ്യതയുണ്ടോ? നിജിൻ, ആദ്യം ഇന്ത്യൻ ആർമി ഒഫീഷ്യൽ സൈറ്റിനകത്ത് ഫെബ്രുവരി 3 മുതൽ അപ്ലിക്കേഷൻ, അതായത് ജനറൽ ഡ്യൂട്ടിയിലേക്കും അതുപോലെ തന്നെ JCO കാറ്റഗറിയിലേക്കും അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവും എന്നുള്ളതായിരുന്നു കൊടുത്തിരുന്നത്. അതിനുശേഷം അതിന്റെ ഏജ് ലിമിറ്റിനകത്ത്, കാരണം പല ഉദ്യോഗാർത്ഥികൾക്ക് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 19.5 വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത്. അതിനുശേഷം ഫെബ്രുവരി 3 വെയിറ്റ് ചെയ്തു, നോട്ടിഫിക്കേഷൻ വന്നില്ല. പിന്നെ അടുത്ത ദിവസം സൈറ്റിനകത്ത് കൊടുത്തത് ഫെബ്രുവരി 5 മുതൽ ഇതിന്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ഉണ്ടാകും എന്നുള്ളതായിരുന്നു. ഫെബ്രുവരി 5 ശേഷം അതിനകത്തും ഫെബ്രുവരി 5 ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ടാവുന്ന പറഞ്ഞപ്പോഴും ഈ ഏജ് ലിമിറ്റ് എന്നുള്ളത് 2006 ജൂലൈ മുതലുള്ള ഉദ്യോഗാർത്ഥി, അതായത് 2006 ജൂലൈ മുതൽ 2009 വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു ഇതിന്റെ ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഇതിനെതിരെ, അതായത് ഈ ഏജ് ലിമിറ്റ് കുറച്ചതിനെതിരെ ഒരുപാട് പേര് ഇതിന്റെ കംപ്ലൈന്റുമായിട്ട് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ അതിന്റെ അപ്ഡേഷൻ, അതായത് എപ്പോഴാണ് എന്നുള്ളതിന്റെ ഒരു അപ്ഡേഷൻ കൊടുത്തില്ല. എങ്കിലും ഈ മാസം ലാസ്റ്റ് വീക്കോട് കൂടെ ഇതിന്റെ ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ടാകും. കാരണം കഴിഞ്ഞ വർഷം ഇതേ സമയത്തായിരുന്നു വന്നത്, മാർച്ചിലായിരുന്നു ഇതിന്റെ എക്സാം ഉണ്ടായത്. പക്ഷേ കേരളത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഗ്നിവീർ റാലിയുടെ കാലിക്കറ്റ് ARIയുടെ റിസൾട്ട് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ചെറിയൊരു ഡിലേ ആവാൻ സാധ്യതയുണ്ട്. ഈ ഒരു സമയം എന്നുള്ളതും, കാരണം +2 പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 17 വയസ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമെങ്കിലും, കാരണം അവരുടെ ഫൈനൽ എക്സാം വരുന്നത് മാർച്ച് മാസമാണ്. ഈ ഒരു സമയത്താണെങ്കിൽ കുട്ടികൾക്ക് വ്യക്തമായിട്ടുള്ള ഇതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാൻ സാധിക്കാത്തൊരവസ്ഥ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഫെബ്രുവരി ലാസ്റ്റ് എന്നുള്ളത് മാർച്ച് മാസം കടക്കുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മാർച്ച് മാസം ഫസ്റ്റ് വീക്ക് അല്ലെ സെക്കൻഡ് വീക്കിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് 1 മാസം അല്ലെങ്കിൽ 1.5 മാസം സമയം കിട്ടും ഇതിൻ്റെ റിട്ടേൺ എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, മാർച്ച് സെക്കൻഡ് വീക്കോടുകൂടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിലായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതിൻ്റെ അപ്ഡേഷൻ, കാരണം പലരും പറയുന്നുണ്ട് ഇത് 3rd വീക്കിൽ വരും അല്ലെങ്കിൽ 5-ാം തീയതി 10-ാം തീയതി എന്നുള്ളത്. ഇത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ത്യൻ ആർമിയുടെ ഒരു കാര്യം പോലും ആർക്കും ഒരു സിവിലിയന് മനസ്സിലാക്കാൻ സാധിക്കുക ഇല്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കാരണം
കാരണം അല്ലാതെ നമ്മൾ ചുമ്മാ ഇത് പറഞ്ഞു ഇതിപ്പോൾ ഈ മാസം ലാസ്റ്റിൽ വരും അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്കിലാണ്. കാരണം ഉദ്യോഗാർത്ഥികൾ അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളോട് കാര്യം പറയാനുള്ളത്, എങ്ങനെയായാലും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം നോട്ടിഫിക്കേഷൻ വരുന്നത് നിങ്ങൾ നോട്ടിഫിക്കേഷന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിട്ടേൺ. കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു മാസമായിരിക്കും ചിലപ്പോൾ സമയം കിട്ടുന്നത്. ഈ ഒരു മാസത്തിനകത്ത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ അതിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ്റെയും ഫിസിക്കലിൻ്റെയും അപ്ഡേഷൻ, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അപ്ഡേഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിട്ടേൺ എക്സാമും അതുപോലെ തന്നെ ഫിസിക്കലും ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം കഴിഞ്ഞ ഇപ്പോൾ കാലിക്കറ്റ് AROയുടെ അല്ലെങ്കിൽ ട്രിവാൻഡ്രം AROയുടെ ഫിസിക്കൽ ടെസ്റ്റിനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് വളരെ റെയർ ആയിട്ടുള്ള കുട്ടികൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കാലിക്കറ്റ് AROയുടെ കാസർഗോഡ് വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നടന്നിരുന്നത്. അതിൽ മാക്സിമം ഉദ്യോഗാർത്ഥികളും സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പിലാണ് എത്തിയിട്ടുണ്ടായത്. ഈ തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പിൽ എത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ റിട്ടേൺ എക്സാമിനേഷനകത്ത് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരുടെ മെറിറ്റ് ലിസ്റ്റിലേക്ക്, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ സാധിക്കുകയുള്ളൂ. പല ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം ഇതിന്റെ ഫിസിക്കൽ ആരംഭിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഓരോ ഉദ്യോഗാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫിസിക്കലിന്റെ കൂടെ തന്നെ റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്യുക. അല്ലാതെ ഫിസിക്കലിന് സെക്കൻഡ് പ്രിയോറിറ്റി കൊടുക്കുകയും അതുപോലെ തന്നെ റിട്ടേൺ എക്സാമിനേഷന് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വലിയ നഷ്ടം തന്നെയായിരിക്കും സംഭവിക്കുന്നത്. റിട്ടേൺ എക്സാം നല്ല മാർക്കോടുകൂടി നിങ്ങൾ സ്കോർ ചെയ്യുകയും ഫിസിക്കലിനകത്ത് നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് എക്സലൻറ്റിൽ വരികയാണെങ്കിലും നിങ്ങൾക്ക് ഏകദേശം 95% നിങ്ങൾക്ക് ഹോപ്പ് കൊടുക്കാൻ സാധിക്കും നിങ്ങൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിനകത്ത് വരുമെന്നുള്ളത്. അതുകൊണ്ട് നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ വരിയിടാവേണ്ട ആവശ്യമില്ല. എങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1,00,000-ൽ പരം വേക്കൻസിയാണ് ഇപ്പോൾ അൺഒഫീഷ്യലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതും വേക്കൻസി, അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോ ഉദ്യോഗാർത്ഥിയോടും ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ ആരംഭിക്കുക, അല്ലാതെ നിങ്ങൾ നോട്ടിഫിക്കേഷന് വെയിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. സർ, ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 1 മാസം 2 മാസത്തിനുള്ളിൽ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ഒരു ചെറിയൊരു ടൈം പീരീഡിനെ ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്ത് ആ ഇന്ത്യൻ ആർമിയുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുക? നിജിൻ, ആദ്യമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളത് 1 മാസം അല്ലെങ്കിൽ 1.5 മാസം, മാക്സിമം 2 മാസം, ഇത്രയും ഡ്യൂറേഷനാണ് ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ എക്സാമിൻ്റെ ഒരു ഡ്യൂറേഷൻ കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ ആർമി. ഈ ഒരു 2 മാസത്തിനകത്ത് റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എങ്കിലും അതായത് പഠിപ്പുമായിട്ട്, എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂറിൽ അറ്റ്ലീസ്റ്റ് ഒരു 7-8 മണിക്കൂർ ഇതിന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്, അതായത് ട്രേഡ്സ്മാൻ അല്ലെങ്കിൽ GD, ടെക്നിക്കൽ, ക്ലർക്ക് അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ്, ഇതിന്റെ ഓരോ കാറ്റഗറിക്കും അനുസരിച്ചിട്ടുള്ളതായിരിക്കും ഇതിന്റെ റിട്ടേൺ എക്സാം നടക്കുന്നത്. GD അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ഈ ഒരു 7-8 മണിക്കൂർ ഇതിന്റെ പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ബേസും ഇല്ലാത്തൊരു കുട്ടിയാണ്, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് ഏകദേശം മിനിമം മാർക്കോട് കൂടി പാസ്സായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി അതിനുശേഷം എഡ്യൂക്കേഷൻ ബ്രേക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഈ ഒരു മാസം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ക്ലർക്ക്, ടെക്നിക്കൽ, നഴ്സിംഗ് അസിസ്റ്റന്റ് +2 ലെവലിൽ വരുന്ന കാറ്റഗറിയിലേക്ക് നിങ്ങൾ ഇതിൻ്റെ ഒരു 3-4 മാസം ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യക്തമായിട്ട്, അതായത് നമുക്കൊരു 90% ഒരു ഗ്യാരണ്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ 3-4 മാസത്തെ പ്രിപ്പറേഷൻ വളരെ അത്യാവശ്യം തന്നെയാണ്. പല ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാഴ്ച എന്നുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിസിക്കലിന് പ്രിപ്പറേഷൻ കൊടുക്കാതെയും റിട്ടേൺ എക്സാമിനേഷന് വേണ്ടി മാത്രം 1 മാസം അതായത് നോട്ടിഫിക്കേഷൻ വന്നു അതിനുശേഷം നമുക്ക് ക്ലാസ്സസ് ആരംഭിക്കാമെന്നുള്ളത്, അതേത് സ്കൂളുകൾ പോവുകയാണ്, ഡിഫൻസ് സ്കൂളിലോ കോച്ചിങ് സെൻറ്ററിലോ പോവുകയാണ്, അവർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം തന്നെയാണ് ഈ 1 മാസം കൊണ്ട് അവരെ പഠിപ്പിച്ച് പാസ്സാക്കുക എന്നുള്ളത്. അപ്പോൾ നിജൻ ബിഗിനേഴ്സിനാണെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ എന്നുള്ളത് 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് പ്രോപ്പർ ഫുൾ ടൈം ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാം എഴുതി അതിനകത്ത് നിങ്ങൾ റിട്ടേൺ എക്സാം ക്ലിയർ ആയില്ല, പല ഉദ്യോഗാർത്ഥികളുണ്ട് റിട്ടേൺ എക്സാം ക്ലിയർ ആയി ഫിസിക്കൽ ഔട്ടായ ഒരുപാട് പേരുണ്ട്, അവർക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ലഭിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, കോളേജിലോ അല്ലെങ്കിൽ +2 പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എന്താണോ നിങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പുറമായിട്ട് ഒരു 4-5 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഫിസിക്കൽ രാവിലെയും വൈകുന്നേരവും ഫിസിക്കൽ കണ്ടിന്യൂ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിഗിനേഴ്സ് ആണെങ്കിൽ ഫുൾ ടൈം ഡെഡിക്കേഷനും എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 4-5 മണിക്കൂർ സെപ്പറേറ്റ് ഇതിനെ സ്പെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒന്നും തന്നെ, അതായത് ഇതുവരെ റിട്ടേൺ എക്സാം ക്ലിയർ ഇതുവരെ ഇന്ത്യൻ ആർമിക്ക് ഫസ്റ്റ് ടൈം അപ്ലിക്കേഷൻ കൊടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഏതെങ്കിലും സ്കൂളുകളിൽ, അതായത് ഡിഫൻസ് സ്കൂളുകളിൽ, ഇപ്പോൾ ഞങ്ങൾ ഡ്രോൺ അക്കാഡമിയിൽ ഇതിൻ്റെ ഓൾറെഡി ഇപ്പം ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡ്രോൺ അക്കാഡമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ക്ലാസ്സസ് ഇപ്പോൾ ജനറൽ ഡ്യൂട്ടി,
ക്ലർക്ക്, ടെക്നിക്കൽ, നഴ്സിംഗ് അസിസ്റ്റന്റ് ഇതിൻ്റെ ക്ലാസ്സസ് ഓൾറെഡി ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ നോർമൽ റൊട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ രാവിലെ 9:30 to 4 o'clock ക്ലാസ് ആണ്. അതിനുശേഷം 5 മണി മുതൽ 6:30 വരെ ഫിസിക്കൽ ട്രെയിനിങ് ആണ്. പിന്നെ രാത്രി സ്റ്റഡി ടൈം എന്നുള്ളത് 9 to 12:30 വരെ സ്റ്റഡി ടൈമാണ്. എങ്കിൽ പോലും ഇപ്പം 12:30 വരെ ഇവിടെ പഠിക്കാനുള്ള സമയമാണെങ്കിൽ കുട്ടികൾ ഇവിടെ പഠിക്കുന്നത് 2 മണി വരെ 3 മണി വരെയൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നോർമലായിട്ട് തന്നെ എക്സാം ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞ ഡ്രോൺ അക്കാഡമിയുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. വളരെയധികം റിസൾട്ടാണ് ഇപ്പോൾ 90% റിസൾട്ടാണ് കഴിഞ്ഞ അഗ്നിവർ ബാച്ചിനും അതുപോലെ തന്നെ SSC GD ഇതായിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എയർഫോഴ്സ്, ഓൾ കാറ്റഗറിയിലെ യൂണിഫോം സേനയിലേക്കുള്ള റിട്ടേൺ എക്സാമിനേഷൻ്റെ ക്ലാസ്സസിൻ്റെ ഒരു ഇത്രയും നല്ലൊരു ടൈം റൂട്ടീൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ തന്നെ നമ്മൾ സ്ഥാപിച്ചിട്ടൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. എങ്കിൽ മാത്രമേ ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം നിങ്ങൾക്ക് അണിയാൻ സാധിക്കുകയുള്ളൂ. ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ ഹൈറ്റ്, ക്വാളിഫിക്കേഷൻ, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് ക്ലിയർ ചെയ്യാം. അതുവരേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ ആരംഭിക്കുക. ഓരോ ഉദ്യോഗാർത്ഥിയും നിർബന്ധമായിട്ടും ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം അണിയാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. ജയ് ഹിന്ദ്.